കഥ തുടങ്ങുമ്പോൾ ഒരു ഹോട്ടലാണ് കാണിക്കുന്നത്. അവിടേക്ക് സിനിമയിൽ കഥ എഴുതാൻ വേണ്ടി ആദിയും ആദിയുടെ വൈഫും മാലിനിയും അവരുടെ മകളായ അനനിയും അവിടെ വരികയാണ്. അവർ അവിടെ വരുമ്പോൾ ആ ഹോട്ടലിലെ കെയർ ടേക്കറായ മേഘ അവരെ വെൽക്കം ചെയ്യുകയാണ്. ശേഷം അവർ ഹോട്ടലിന്റെ അകത്തേക്ക് പോകുന്നു. ആദിക്ക് നതാശ എന്ന ഒരു പെൺകുട്ടിയുമായി അഫയർ ഉണ്ട്. ആദി വഞ്ചിക്കുകയാണെന്ന് മാലിനിക്ക് അറിയാം. ആദി മാലിനിയോട് എല്ലാം മറന്നു എന്നും ഇനി മുതൽ നതാശയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നും ചെയ്ത തെറ്റിനെല്ലാം സോറി പറഞ്ഞിട്ടാണ് അവർ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. അടുത്ത സീനിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മാലിനി എന്തോ ഒരു സൗണ്ട് കേട്ട് എഴുന്നേൽക്കുകയാണ്. മറുവശത്ത് കഥ എഴുതാൻ വേണ്ടി ആലോചിച്ചിരിക്കുന്ന ആദിയുടെ മുന്നിലിരിക്കുന്ന ലാപ്ടോപ്പിൽ 103 എന്ന് എഴുതി കാണിക്കുന്നത് കണ്ട് പേടിച്ചിരിക്കുകയാണ് ആദി. ഈ സമയം റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി ഡോറ് തുറക്കാൻ നോക്കുന്ന മാലിനിക്ക് ഡോറ് തുറക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പോകുന്നത് കണ്ട് ആദി ആ പെൺകുട്ടിയുടെ പുറകെ പോവുകയാണ്. ഇതേ സമയം പേടിക്കുന്ന മാലിനി ആദിയെ ഫോണിൽ വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആദി കാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഡോർ തുറക്കാൻ കഴിയാതെ വിഷമിച്ച് മാലിനി നിൽക്കുമ്പോൾ ആദി പോകുന്നത് മാലിനി കാണുകയാണ്. ആദി ആ ഹോട്ടലിൽ നതാശയെ കണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നതാശ റൂം നമ്പർ 103ലേക്ക് പോകുന്നത് കാണുന്ന ആദി ആ റൂമിലേക്ക് പോവുകയാണ്. ആ സമയം മാലിനിയുടെ റൂമിന്റെ ഡോർ തുറക്കുകയും മാലിനി ആദിയുടെ അടുത്ത് പോയിട്ട് റൂമിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ആദി റൂം നമ്പർ 103ലേക്ക് നോക്കി പേടിച്ച് നിൽക്കുന്നത് മാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത സീനിൽ മാലിനി മേഘയോട് റൂം നമ്പർ 103ൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ആ റൂം എന്തിനാണ് അടച്ചിട്ടിരിക്കുന്നതെന്നും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മേഘ അവരോട് 200 വർഷം മുമ്പ് ഈ ഹോട്ടലിന്റെ ഓണറും അദ്ദേഹത്തിന്റെ വൈഫ് ലേഡി ഹാരിയും ഇവിടെ താമസിച്ചിരുന്നു എന്നും അയാൾക്ക് വേറെ ഒരു സ്ത്രീയുമായി അഫയർ ഉണ്ടെന്ന് അറിഞ്ഞ ലേഡി ഹാരി അയാളെ കൊന്നിട്ട് ആ റൂമിൽ സൂയിസൈഡ് ചെയ്തു എന്നും ഈ ഹോട്ടലിൽ വരുന്ന ആരെങ്കിലും ഭാര്യയെ വഞ്ചിക്കുകയാണെങ്കിൽ ലേഡി ഹാരിയുടെ ആത്മാവ് അയാളെ കൊല്ലുമെന്നും ഇതെല്ലാം ഈ നാട്ടിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണെന്നും പേടിക്കേണ്ട എന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആദി. ശേഷം ഹോട്ടലിന്റെ അകത്ത് കയറുന്ന ആദിയെ ലേഡി ഹാരി ഉപദ്രവിക്കുകയാണ്. ലേഡി ഹാരിയെ കണ്ട് പേടിച്ച ആദി മാലിനിയെ അനന്യയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നത് കാണുന്ന മേഘ ആദിയോട് ഇന്നലത്തെ മഴ കാരണം മണ്ണിടിഞ്ഞ് റോഡ് ബ്ലോക്ക് ആണെന്ന് പറയുകയാണ്. അതൊന്നും കേൾക്കാതെ അവർ അവിടെ നിന്നും പോവുകയാണ്. അവർ പോകുന്നത് കാണുന്ന ലേഡി ഹാരി മേഘയെ കൊല്ലുകയാണ്. അടുത്ത സീനിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് പോകാൻ കഴിയാതെ അവർ തിരിച്ച് ഹോട്ടലിലേക്ക് വരികയാണ്. ഹോട്ടലിൽ വരുന്ന ആദി റൂം നമ്പർ 103ൽ കയറുകയാണ്. അപ്പോൾ അവിടെ മാലിനിയും വരുന്നു. മാലിനിയുടെ മുമ്പിൽ വെച്ച് ലേഡി ഹാരി ആദിയോട് സ്വന്തം ഭാര്യയെ വഞ്ചിച്ച ഭർത്താവല്ലേ നീ എന്ന് പറഞ്ഞ് ആദിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ് മാലിനി. മാലിനിയുടെ താലിമാലയുടെ ശക്തി കാരണം പേടിക്കുകയാണ് ലേഡി ഹാരി. ഇതറിയുന്ന മാലിനി താലിമാല ഊരി ലേഡി ഹാരിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോൾ ലേഡി ഹാരി അപ്രത്യക്ഷമായി പോകുന്നു. അത് കാണുന്ന ആദി ആ താലിമാല എടുത്ത് മാലിനിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഒരിക്കലും മാലിനിയെ ചതിക്കില്ല എന്നും ഐ ലവ് യു മാലിനി എന്നും ആദി മാലിനിയോട് പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഹാരിയെ ചതിക്കുന്ന ഭർത്താക്കന്മാരെ കൊല്ലാൻ വേണ്ടി ലേഡി ഹാരി ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് കാണിച്ചാണ് ഈ കഥ അവസാനിക്കുന്നത്. അടുത്ത പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.